അവളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ് കേട്ടോ. അന്ന് ലൂബേബിക്ക് വെറും 18 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് വെറും 18 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം. ബേബി ഇതൊന്നും തീരെ അറിയുന്നില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ് ആള്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡേറ്റ് ഓഫ് ബർത്തും വെഡിങ് ആനിവേഴ്സറിൻ്റെ ഡേറ്റും ഒരുപോലെ ആവണമെന്ന്. പക്ഷെ അതായില്ല. മിക്ക ആൾക്കാർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അൽഹംദുലില്ലാ 1 മാസമായി രണ്ടും. അതന്നെ വലിയ കാര്യം. ഇവിടെ അടുത്തുള്ള നെസ്റ്റോയിൽ പോയിട്ട് ചെറിയൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് വാങ്ങിയതാണ് കേട്ടോ. അത് പിന്നെ മുറിക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്, പക്ഷെ അത് മെൽറ്റായി തുടങ്ങി. ഇൻഷാ അല്ലാ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴേക്കും ലൂബേബിക്ക് 1 വയസ്സ് കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാ കുറച്ച് നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ അവളോട് കൊഞ്ചിച്ചിട്ട് പറയായിരുന്നു നമുക്ക് വലുതാകുമ്പോൾ വീഡിയോ കാണിച്ചു തരാമെന്നൊക്കെ. അങ്ങനെ പിന്നെ ആ ദൗത്യത്തിലേക്ക് കടന്നു, കേക്ക് കട്ടിങ്. ഞാനൊരു കേക്ക് ലവറാണ് കേട്ടോ. അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഹസ്ബൻഡിനാണെങ്കിൽ കേക്ക് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇതിൽ പകുതി മുക്കാലും ഞാൻ തന്നെയായിരിക്കും കഴിക്കുക. പിന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് വായി വെച്ച് കൊടുത്തു. പക്ഷെ കയ്യിലിരിക്കുന്ന ലൂബേബി ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ വീട്ടുകാരുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോടൊന്ന് വേണമെന്ന് ചോദിച്ചതാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്കാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡ് ഇത്രയും വലിയ കേക്കായിട്ട് വന്നത്. കേക്ക് കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ആ വലിപ്പവും ഫോട്ടോയും എല്ലാം കൂടി കണ്ടപ്പോൾ. ആ കേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തേത് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ, അതുപോലെ ഞങ്ങൾക്കും അത് സ്പെഷ്യൽ ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.